പരാതിയുണ്ടോ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്നത്തെ ആ പ്രസ് മീറ്റിൽ അരുൺ, ഞങ്ങളുടെ പ്രതിനിധി, ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നു, ഞങ്ങളുടെ പ്രതിനിധി പാലക്കാട് റിപ്പോർട്ടറായ അരുണാണ് എടുത്തെടുത്ത് പല ചോദ്യങ്ങളും ചോദിക്കുന്നത്. അപ്പോൾ ഒക്കെ രാഹുലിൻ്റെ മറുപടി ഹൂ കേസ്. എന്തൊരു ധാർഷ്ട്യമായിരുന്നു അന്ന്. ഏത് രീതിയിലായിരുന്നു രാഹുൽ അന്ന് ആ ചോദ്യങ്ങളോട് പെരുമാറിയത്? പരിഹാസ രൂപേണയടക്കം പെരുമാറി. ഇത്രയൊക്കെ തോന്നിവാസം ചെയ്തിട്ടും പരിഹാസ രൂപേണയാണ് അയാൾ അന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ പല്ലിളിച്ച് കാണിച്ചത്, പരിഹസിച്ചത്. അരുൺ, ശ്യാമ, തീർച്ചയായിട്ടും മാധ്യമങ്ങളോട് ഉൾപ്പെടെ, അതായത് കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ രാഹുൽ പ്രതികരിച്ച സമയത്ത് മാധ്യമങ്ങളെ ആയിരുന്നു ഏറ്റവും അധികം പഴി പറഞ്ഞത്. അതായത് ഈ വിഷയങ്ങളിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾക്കപ്പുറം ഇതിലൊരു വസ്തുതയും ഇല്ല എന്നുള്ളതായിരുന്നു രാഹുൽ ആദ്യം അവസാനം പറഞ്ഞു വെക്കാൻ ശ്രമിച്ചിരുന്നത്. അതേസമയം തന്നെ നമ്മൾ അപ്പോഴും രാഹുലിനോട് ചോദിച്ചു, ഈ മാധ്യമങ്ങൾ ഈ ഒരു വാർത്ത കെട്ടിച്ചമയ്ക്കുകയാണെങ്കിൽ ഈ തന്റെ ഓഡിയോ അല്ല ഈ പുറത്തു വന്നിരിക്കുന്നത്, തന്റെ വാട്സപ്പ് ചാറ്റുകളല്ല ഈ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളത് എന്തുകൊണ്ട് രാഹുൽ പറയുന്നില്ല എന്ന് നമ്മൾ എടുത്തു ചോദിച്ചു. അപ്പോഴൊന്നും രാഹുൽ അതിന് കൃത്യമായ മറുപടി പറഞ്ഞില്ല. മറ്റൊരു കാര്യം എന്നുള്ളത്, അഥവാ ഈ മാധ്യമങ്ങൾ തെറ്റായ ഓഡിയോകളും തെറ്റായ വാട്സപ്പ് ചാറ്റുകളും ഒക്കെ വെച്ച് രാഹുലിനെതിരെ വാർത്തകൾ നൽകുകയാണെങ്കിൽ, കഴിഞ്ഞ 3 മാസ കാലയളവിൽ മാധ്യമങ്ങളിൽ ഈ വാർത്ത വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ ഇതിനെതിരെ കൃത്യമായി മാധ്യമങ്ങൾക്കെതിരെ ഡിഫമേഷൻ കേസ് കൊടുത്തൂടെ, മാനനഷ്ട കേസ് കൊടുത്തൂടെ? എന്തുകൊണ്ട് മാനനഷ്ട കേസ് കൊടുക്കുന്നില്ല? ഈ ചോദ്യങ്ങൾക്കൊന്നും രാഹുലിന് ഒരു ഉത്തരവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഒരു പരാതി ഉണ്ടോ എന്നുള്ളത് വീണ്ടും ആവർത്തിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഏതായാലും പരാതി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. നേരത്തെ കോൺഗ്രസിനകത്തേക്ക്, അതായത് ഈ KPCC അധ്യക്ഷന് ഉൾപ്പെടെ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിനെ അത് പ്രതിരോധത്തിലാക്കുമെന്നുള്ള ബോധ്യം അവർക്കുണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെ ഈ ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റിയിരുന്നത് എങ്കിൽ, പിന്നീട് രാഹുലിന്റെ വലിയ പിന്തുണ കോൺഗ്രസിനകത്തു നിന്ന് തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യവും, ആ രാഹുലിന് തന്നെ പാലക്കാട് പൊതുമണ്ഡലത്തിൽ ഇറങ്ങി ജനങ്ങളുടെ ഇടയിൽ പെരുമാറുന്നതിന് വേണ്ടിയുള്ള അവസരം ഒരുക്കി കൊടുക്കുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത്. ഏതായാലും അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ കീറാമുട്ടിയായി മാറിയിരിക്കുന്നു ഇപ്പോഴത്തെ ഈ അതിജീവിതയുടെ പരാതിയോടെ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം കോൺഗ്രസ് ഇപ്പോൾ പൊതുജനങ്ങളുടെ മുന്നിൽ ആകെ ഇനിപ്പിരായി മാറിയിരിക്കുന്ന സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം DCC അധ്യക്ഷൻ, പാലക്കാട്ടെ DCC അധ്യക്ഷനൊക്കെ രാഹുലിനെതിരെ ആദ്യഘട്ടത്തിൽ രാഹുൽ പാലക്കാട് മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായിട്ട് പോലും വരരുത് എന്ന് നിർബന്ധം പിടിക്കുകയും അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന DCC അധ്യക്ഷൻ പോലും ഒരു ഘട്ടത്തിൽ രാഹുലിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. VK ശ്രീകണ്ഠൻ MP നിരന്തരം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ വരുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ പാലക്കാട്ടെ ആയാലും കേരളത്തിലെ ആയാലും ഒക്കെ കോൺഗ്രസ് നേതാക്കൾ പോലും ഇപ്പോൾ ഇത്തരത്തിൽ ഒരു അതിജീവിതയുടെ പരാതി കൂടി ഈ വിഷയത്തിൽ വന്നതോടുകൂടെ തന്നെ അവർ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ ആ ഒരു പിന്തുണ അതേതായാലും ഒരു വേട്ടക്കാരൻ. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരുൺ, ദയവായി ഒരു നിമിഷം തുടരണം. ഈ നിമിഷം പോലും സുധാകരനെ പോലെയുള്ള ആളുകൾ എന്താണ് പറഞ്ഞത്? കോൺഗ്രസിന്റെ നേതാക്കൾ ഇത് വളരെ നിസാരവൽക്കരിച്ചുകൊണ്ട് നടത്തിയ പരാമർശങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇത്രയധികം ഗുരുതരമായ കുറ്റം ചെയ്ത, ഗുരുതരമായ തോന്നിവാസം ചെയ്ത ഒരുത്തന് സംരക്ഷണം ഒരുക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തെ നമ്മൾ കണ്ടതാണ്. ഞാനൊന്ന് പ്രശാന്തിലേക്ക് പോകണം. വളരെ നിർണായകമായ തെളിവുകൾ കൂടി അതിജീവിത മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലേക്ക് പോകണം. വളരെ കോയിൻസിഡൻസ് പോലെ ഇപ്പോൾ വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ INTUC നേതാവിന് സംരക്ഷണം ഒരുക്കി സർക്കാർ. പ്രോസിക്യൂഷൻ അനുമതി നൽകാൻ തെളിവില്ലെന്ന് സർക്കാരിൻ്റെ വാദം വന്നിരിക്കുന്നു. കൃത്യമായ തെളിവില്ലാതെ പ്രോസിക്യൂഷൻ അനുമതി നൽകാനാവില്ല. വ്യവസായ വകുപ്പ് സെക്രട്ടറി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം മറുപടിയായി സമർപ്പിച്ചു. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനാണ് കേസിലെ പ്രധാന പ്രതി. ഇത് കോയിൻസിഡൻസായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിരൂക്ഷമായ വിമർശനം, അഴിമതിക്കാർക്ക് കുട പിടിക്കുകയാണോ നിങ്ങൾ എന്ന് സർക്കാരോട് ചോദിച്ച ശേഷം സർക്കാർ തന്നെ മറുപടി നൽകിയ സത്യവാങ്മൂലമാണ്. ഈ വാർത്ത ഇപ്പോഴാണ് വന്നത്. ഞാൻ ആശങ്കപ്പെടുന്നത് ഈ രീതിയിലുള്ള ഒരു അന്തർധാര, ഒരു ഒത്തുതീർപ്പ് ഈ വിഷയത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ പ്രശാന്ത്? തീർച്ചയായും ശ്യാം, അങ്ങനെ വേണം നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഈ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഏത് രീതിയിലായിരിക്കും എന്നതൊക്കെയാണ് ഇനി ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. ഇതിൽ തീരുമാനമെടുക്കേണ്ടതും മുഖ്യമന്ത്രി തന്നെയാണ്. പരാതി മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി മറ്റ് തീരുമാനങ്ങൾ, അതായത് കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട അടക്കമുള്ള കാര്യങ്ങൾ അതിൽ ക്രൈംബ്രാഞ്ചിന് നൽകേണ്ടത് മുഖ്യമന്ത്രി തന്നെയാകും. ആ ക്രൈംബ്രാഞ്ചിന് നൽകിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തുടർന്ന് ഇനിയിപ്പോൾ അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്ന അന്വേഷണം ആരംഭിക്കുന്ന
ഒരു നിലയിലേക്കൊക്കെ ചെന്ന് എത്തുകയും ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം കടുത്ത വെല്ലുവിളി കൂടിയായിരിക്കും ഇനിയുള്ള കാലഘട്ടങ്ങൾ എന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കാരണം നേരത്തെ നമുക്ക് ഈ ശ്യാമും അരുണാലത്തൂരും പറഞ്ഞതുപോലെ തന്നെ ഈ മാധ്യമങ്ങളെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് അതിജീവിതയെ അടക്കം ആക്ഷേപിച്ചുകൊണ്ട് അവരെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടുള്ള പരാമർശങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. തെളിവുകളില്ല, അല്ലെങ്കിൽ പരാതി എവിടെ എന്നടക്കമുള്ള പരിഹാസ്യ ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിൽ നിലവിൽ പരാതി ലഭിച്ചിരിക്കുന്നു, പരാതിയെ തുടർന്നുള്ള അന്വേഷണവും ഉണ്ടാകും. ഇതോടുകൂടിയായിരിക്കും തുടർന്നുള്ള നീക്കങ്ങളും ഉണ്ടാകുക. എന്തായാലും കോൺഗ്രസ് നേതൃത്വം എന്ത് തീരുമാനമെടുക്കുമെന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. നേരത്തെ ഈ കേസും ഈ കേസ് അല്ലെങ്കിൽ ഇതിന്റെ ഓഡിയോ സന്ദേശങ്ങളടക്കം നേരത്തെ വന്ന ഒരു സാഹചര്യത്തിൽ കേവലം പ്രാഥമിക അംഗത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതും യൂത്ത് കോൺഗ്രസ് പദവിയിൽ നിന്നും മാറ്റി നിർത്തുന്നതും അടക്കമുള്ള കാര്യങ്ങളാണ് നടന്നത്. എന്നാൽ നിയമസഭാ സാമാജികൻ എന്ന നിലയിലിരുന്നുകൊണ്ട് ആ പദവിക്ക് ചേരാത്ത രീതിയിലുള്ള പ്രവൃത്തി ചെയ്ത വ്യക്തിയെ നിയമസഭാ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന ആവശ്യം പൊതുസമൂഹം അടക്കം ശക്തമായിട്ട് ഉന്നയിച്ചെങ്കിൽ പോലും ആ പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് ഈ കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ടത്. കാരണം ഒരു കാരണവശാലും ഈ MLA സ്ഥാനത്ത് നിന്നും രാജിവെക്കേണ്ടതില്ല എന്നൊരു തീരുമാനം കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി എടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ പൊതുജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും അതോടൊപ്പം തന്നെ പാർട്ടി പ്രാഥമിക അംഗത്തിൽ നിന്നും ഒഴിവാക്കി എന്ന് പറയുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് ഈ ജനങ്ങളുടെ പ്രതിനിധിയായി ഇരുന്നുകൊണ്ട് തന്നെ ആ ജനങ്ങളുടെ പ്രതിനിധിയായി ഇരിക്കുവാനുള്ള അവസരം പാർട്ടി നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. എന്തായാലും തുടർന്നുള്ള ഇനിയുള്ള സാഹചര്യത്തിൽ ആ പദവിയിലിരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് യാതൊരുവിധ അർഹതയുമില്ല, യോഗ്യതയുമില്ല എന്ന് തന്നെയാണ് തെളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ടതിന് കോൺഗ്രസ് നേതൃത്വവും കൂടിയാണ്, പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ. കാരണം ഇക്കണ്ട കാലം അത്രയും രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിച്ചു നിർത്തിയത് ഷാഫി പറമ്പിലായിരുന്നു. പ്രശാന്ത്, അവിടെ എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു വിവരം ലഭിക്കുന്നുണ്ട്. അതിന്റെ ഒരു സ്ഥിരീകരണം കൂടി വേണം. അതിനു മുമ്പ് ഞാനൊന്ന് അരുൺ ആലത്തൂരിലേക്ക് ഒന്ന് പോവുകയാണ്. അരുൺ, ഇതിൽ ഏറ്റവും കൂടുതൽ ഇടപെട്ടതും കൃത്യമായി തന്നെ ചരട് വലികൾ നടത്തിയതും ഒരേ ഒരാളാണ്. അത് രാഹുലിൻ്റെ ബിഗ് ബോസ് കൂടിയായ ഷാഫി പറമ്പിൽ. നമ്മൾ കണ്ടതാണ് രാഹുലിന് എന്ത് കോൺഗ്രസിന് ഇത്രത്തോളം സംരക്ഷണം എങ്ങനെ കിട്ടുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം, ഒരു ആരോപണം ഷാഫിക്ക് നേരെ തന്നെയാണ് എത്തി നിൽക്കുന്നത്. ഈ ഷാഫി ഇടനിലക്കാരനായി നടത്തിയ ചില ശബ്ദ സന്ദേശങ്ങൾ അത് കൃത്യമായി തന്നെ ഈ പരാതിയോടൊപ്പം നൽകിയിട്ടുണ്ട് എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും ശ്യാമ, ഈ ഷാഫി പറമ്പിൽ എല്ലാ കാലത്തും, അതായത് നമുക്കറിയാം പാലക്കാട്ടേക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ കൊണ്ടുവരുന്നത് ഷാഫിയാണ്. അതായത് പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത് അതൊരു വരുത്തി വെച്ച തെരഞ്ഞെടുപ്പായിരുന്നു. കാരണം സ്വാഭാവികമായിട്ടും പാലക്കാട്ടേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഷാഫി രാജിവെച്ച് പിന്നീട് ലോക്സഭയിലേക്ക് വടകരയിലേക്ക് പോയതോടുകൂടെയാണ് പാലക്കാട് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്നത്. അങ്ങനെ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുമ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരുന്നത് ഷാഫിയാണ്. ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഷാഫിക്ക് എപ്പോഴും ഈ സീറ്റ് സുരക്ഷിതമാവണമെങ്കിൽ അതല്ലെങ്കിൽ തന്റെ ഒരു അനുയായിയെ ഇവിടെ നിർത്തുക എന്നുള്ളത് ഷാഫിയെ സംബന്ധിച്ചിടത്തോളം പ്രധാന കാര്യമായിരുന്നു. അങ്ങനെയാണ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ടേക്ക് കൊണ്ടുവരുന്നത്. പാലക്കാട് കൊണ്ടുവന്ന് സ്ത്രീകളോടും അമ്മമാരോടും ഉൾപ്പെടെ ഈ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോഴും ആ കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് വീടുകൾ കയറി ഇറങ്ങി, കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങൾ കയറി ഇറങ്ങിയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ പരിചയപ്പെടുത്തുന്നത്, സ്ത്രീകൾക്കും അമ്മമാർക്കും ഉൾപ്പെടെ പരിചയപ്പെടുത്തുന്നത് അത് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലായിരുന്നു. അങ്ങനെ ഷാഫിയുടെ നേതൃത്വത്തിൽ രാഹുലിനെ പരിചയപ്പെടുത്തിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നത്. പിന്നീട് ഈ രാഹുലിനെതിരെയുള്ള വിവാദം വന്നപ്പോൾ പോലും ഷാഫി കൃത്യമായ ആ വിഷയങ്ങളിൽ പ്രതികരിക്കുന്നതിനോ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നതിനോ ഒന്നും തയ്യാറായിരുന്നില്ല. അതിനുശേഷം വടകരയിൽ വെച്ച് ഷാഫിക്ക് പരിക്കേറ്റ സമയത്ത് ഷാഫി പരിക്കേറ്റ ചികിത്സയിൽ കിടക്കുന്നവിടെ പോലും കടന്നു ചെന്ന് ആദ്യം സന്ദർശിച്ച ആളുകളുടെ പട്ടികയിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളതിൽ നിന്ന് തന്നെ ഷാഫിയും രാഹുലും തമ്മിലുള്ള അന്തർധാര എന്നുള്ളത്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള അടുപ്പം എത്രത്തോളം എന്നത് വ്യക്തമാണ്. മാത്രമല്ല, ഇത്തരത്തിൽ വലിയ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും പരാതികൾ ഇപ്പോൾ ഉണ്ടായിട്ടും അതിൽ രാഹുലിനെ ഈ MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നതിനോ അതല്ലെങ്കിൽ പാലക്കാട്ടേക്ക് ഇപ്പോഴും രാഹുൽ എത്തി ഈ പൊതുജനങ്ങളുടെ ഇടയിൽ ഇപ്പോഴും നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ പോലും രാഹുൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ യോഗങ്ങളിലാണ് പങ്കെടുക്കുന്നത്. കോൺഗ്രസിന്റെ പരിപാടികളിൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ വോട്ട് അഭ്യർത്ഥിക്കുന്നതിനും പൊതുജനങ്ങളുടെ ഇടയിൽ രാഹുൽ വലിയ രീതിയിൽ നടക്കുമ്പോഴും അതിനൊക്കെ പിന്തുണ എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു ഉന്നതന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണ തന്നെയാണ് എന്നുള്ളതിൽ സംശയമില്ല. ആ ഉന്നതന്റെ ഷാഫി പറമ്പിൽ ചില അപ്ഡേറ്റ്സുകൾ കൂടി വരുന്നുണ്ട്. വളരെ തന്ത്രപ്രധാനമായ ചില അപ്ഡേറ്റ്സ് കൂടി ഇതാ വരുന്നു. ക്രൈംബ്രാഞ്ച് മേധാവി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി ഈ നിമിഷം പങ്കുവെക്കാനുണ്ട്.
അരുണാലത്തൂർ തുടരുക. പ്രശാന്തിലേക്ക്. പ്രശാന്ത്, ദ്രുതഗതിയിലുള്ള ചില നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് മേധാവി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരുപക്ഷെ വിളിച്ചു വരുത്തിയതാകാം. പ്രശാന്ത്. ശ്യാം, അത്തരത്തിലുള്ളൊരു വാർത്തകളും അത്തരത്തിൽ ADGP വെങ്കടേഷ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയിരിക്കുന്നു. പ്രശാന്ത്, ADGP വെങ്കടേഷ്. ശ്യാം, അങ്ങനൊരു വിവരവും ലഭിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയതായിട്ടുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി മറ്റൊരു പരിപാടിയിൽ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. മറ്റൊരു പരിപാടിയിലാണ്, ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അതിനുശേഷമായിരിക്കും ചിലപ്പോൾ കൂടിക്കാഴ്ച ഉണ്ടാകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വുമൻസ് കോളേജിൽ നടക്കുന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നിലവിലുള്ളത്. അവിടെ നിന്ന് നേരിട്ട് ഓഫീസിലെത്തുകയും എച്ച് വെങ്കടേഷുമായി വെങ്കടേഷിനെ കാണുന്നതായിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതോടുകൂടി തന്നെ കേസെടുക്കാനുള്ള ഒരു നിർദ്ദേശം നൽകും എന്നും നമുക്ക് വീണ്ടും അപ്ഡേറ്റ്സ് വരുന്നു. ഇന്ന് തന്നെ മൊഴിയെടുക്കാൻ സാധ്യതയുണ്ട് എന്ന അപ്ഡേറ്റ് കൂടി വരുന്നുണ്ട്. പ്രശാന്ത്, അങ്ങനെയെങ്കിൽ രാഹുലിന് കൂടുതൽ കുരുക്കുമുറുകയാണ്. ഇതാ മുഖ്യമന്ത്രി പുറത്തൊരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ഈ വിഷയത്തിൽ എച്ച് വെങ്കടേഷിനെ തന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നു. അതിനുശേഷം ഇന്ന് തന്നെ മൊഴിയെടുക്കാനുള്ള നിർദ്ദേശം വരുന്നു. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ദ്രുതഗതിയിൽ ഇടപെടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് തന്നെയാണ്, ദ്രുതഗതിയിൽ നീക്കങ്ങൾ നടത്തുന്നു. അങ്ങനെയാണെങ്കിൽ കേസ് കൈമാറുന്ന സാഹചര്യത്തിലേക്കെത്തും. അതോടൊപ്പം തന്നെ ഇന്ന് തന്നെ മൊഴിയെടുക്കുന്ന നിലയിലേക്കെത്തും. ഇതോടുകൂടി തന്നെ കേസിന്റെ ഗതി തന്നെ, കാരണം കൂടുതൽ വിവരങ്ങൾ ഈ ജീവിതം ചോദിച്ചു മാറേണ്ട സാഹചര്യമുണ്ട്. നേരത്തെ തന്നെ പലതവണ ഇതുമായി ബന്ധപ്പെട്ട പരാതി ഉയർന്ന സമയത്ത് തന്നെ ക്രൈംബ്രാഞ്ച് സമീപിച്ചതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അതിനുശേഷം രണ്ടാമത് ഇപ്പോഴാണ് പരാതിയുമായി ബന്ധപ്പെട്ട ഒരു മൊഴിയെടുപ്പിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ട വീണ്ടും ആലത്തൂരിലേക്ക് പോവുകയാണ്. അരുൺ നോക്കൂ, വളരെ ദ്രുതഗതിയിൽ കാര്യങ്ങൾ പോവുകയാണ്. മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ച് മേധാവി ADGP എച്ച് വെങ്കടേഷിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. നടപടികൾ ഇന്ന് തന്നെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. അതിജീവിതയുടെ മൊഴി ഇന്ന് തന്നെ രേഖപ്പെടുത്തുമെന്ന വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കൃത്യമായി തന്നെ ഒരു കാര്യം ഉറപ്പാണ് അരുൺ, ഇത് അതിജീവിതയുടെ ധൈര്യമാണ്. അതിജീവിത നീതിക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടമാണ്. ഇത് പൊതുസമൂഹം മുഴുവൻ ഒറ്റക്കെട്ടായി അതിജീവിതയ്ക്ക് പിറകിലുണ്ട് എന്നാണ് ഇവിടെ ഈ നിമിഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ